നമസ്കാരം. എഡിറ്റേഴ്സ് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. ബാർകോഴയിൽ നിയമസഭ പ്രക്ഷുബ്ധം. പ്രതിപക്ഷം നടുത്തളത്തിൽ. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സർക്കാരിനെ പ്രതിരോധിച്ച കെ മുരളീധരനെ പരിഹസിച്ച് VS. കിങ്ങിണിക്കുട്ടനുണ്ടല്ലോ, കരുണാകരന്റെ മോൻ മുരളീധരനെ കൊണ്ടൊരു ദീർഘ പ്രസംഗം അവിടെ നടത്തുകയാണ് ഞങ്ങൾക്കെതിരായിട്ട്. അതിന് ഇരുന്ന് കൊടുത്തു ആരും സ്പീക്കർ തീരുന്നത് വരെ. ഫ്ലക്സ് വെക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ചേരി തിരിഞ്ഞ് തല്ലി. KSRTC ടിക്കറ്റ് നിരക്ക് ₹1 കുറയ്ക്കാൻ മന്ത്രിസഭാ തീരുമാനം. നിരക്ക് കുറയ്ക്കാൻ സ്വകാര്യ ബസ് ഉടമകളോട് ആവശ്യപ്പെടും. തീരുമാനം ഡീസൽ വില കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്ന് മുഖ്യമന്ത്രി. സിയാച്ചിനിൽ മരിച്ച മലയാളി സൈനികന്റെ കുടുംബത്തിന് ₹25 ലക്ഷം. കതിരൂർ മനോജ് വധക്കേസിലെ ബുദ്ധികേന്ദ്രം P. ജയരാജനെന്ന് ഹൈക്കോടതിയിൽ CBI. ജയരാജന്റെ അറസ്റ്റ് അനിവാര്യം. കേസ് ഡയറി ഹാജരാക്കാത്തതിന് CBIക്ക് വിമർശനം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ ഉണ്ടായേക്കും. CBI നടത്തുന്നത് അസംബന്ധങ്ങളുടെ ഘോഷയാത്രയെന്ന് പിണറായി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ പരസ്യമായി വിമർശിച്ച രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും തമ്മിലടി നിർത്തണം. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിയൂ. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ഭരണം ഉറപ്പെന്ന് AK ആന്റണി. സോളാർ കമ്മീഷനും സർക്കാർ അഭിഭാഷകനും തമ്മിൽ വാക്കേറ്റം. സരിതയ്ക്ക് എന്തും പറയാൻ അവസരം കൊടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ. നിയന്ത്രിച്ചില്ല എങ്കിൽ ക്രോസ് വിസ്താരം വേണ്ട. എതിർത്ത് കമ്മീഷനും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തുടർച്ചയായ 2ാം ദിവസവും നിയമസഭ സ്തംഭിച്ചു. ബാർകോഴയിൽ മന്ത്രി K. ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങിയത്. കുടിലബുദ്ധിക്ക് പേരുകേട്ട മഹാഭാരതത്തിലെ ശകുനി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ തോറ്റു തുന്നമ്പാടുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ബാർകോഴ കേസിൽ മന്ത്രി K. ബാബുവിനെതിരായ അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ച CPI MLA VS സുനിൽകുമാറാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ അടിയന്തര പ്രമേയം പരിഗണിക്കാനാവില്ലെന്ന് ചട്ടം 52A ചൂണ്ടിക്കാട്ടി സ്പീക്കർ നിലപാട് അറിയിച്ചു. കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള പ്രമേയമായി അവതരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി നമ്മുടെ ചട്ടത്തിൽ പറയുന്നു. ഇതോടെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി. മുദ്രാവാക്യം വിളി തുടങ്ങി. ഈ സർക്കാർ അധികാരത്തിൽ 689 കോടി രൂപ ചെലവിൽ 431 ചെക്ക് ഡാമുകൾ. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ സ്പീക്കർ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ K. മുരളീധരനെ ക്ഷണിച്ചു. പ്രതിപക്ഷത്തെ കണക്കറ്റ് വിമർശിച്ച മുരളീധരന്റെ പ്രസംഗത്തോടെ സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയുള്ള നോട്ടീസ് പോലും പരിഗണിക്കാത്തത് വിവേചനമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കേസ് നിലനിൽക്കുന്ന പാമോയിൽ കേസ് ഇപ്പോഴും കോടതി നിലനിൽക്കുന്ന പാമോയിൽ കേസിന്റെ അടിയന്തര പ്രമേയം വന്നിട്ടുണ്ട്. സർക്കാരിലെ തമ്മിലടി പുറത്താകുമെന്ന് ഭയന്ന് അടിയന്തര പ്രമേയത്തിൽ നിന്നും ഒളിച്ചോടിയെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സഭയിൽ വായിക്കാൻ തയ്യാറാക്കിയ പ്രസംഗം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വായിച്ചു. കുടില ബുദ്ധിക്ക് പേരുകേട്ടവൻ ആണല്ലോ ശകുനി. മഹാഭാരതത്തിലെ ശകുനി താങ്കൾക്ക് മുമ്പിൽ തോറ്റ തുന്നമ്പാടും. അതേസമയം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ പ്രതിപക്ഷത്തോട് നന്ദിയുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി KPCC യോഗത്തിൽ സഭാസ്തംഭനത്തെക്കുറിച്ച് പ്രതികരിച്ചത്. നമ്മുടെ പ്രതിപക്ഷ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ധാരണ ഞങ്ങളൊക്കെ തമ്മിൽ വലിയ അടിയാന്നാണ്. ഒന്നുമില്ല. നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇന്നലെ നിയമസഭ നിർത്തി തന്നു, ഇന്നും നിർത്തി തന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ VSന്റെ വിമർശനം പ്രതിപക്ഷ നേതാവിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് K. മുരളീധരൻ MLA. മഹത് വ്യക്തികളിരുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയെന്ന് ഓർക്കണമെന്നും മുരളീധരൻ വിമർശിച്ചു. എന്നാൽ K. മുരളീധരനെ കിങ്ങിണിക്കുട്ടൻ എന്ന് പരിഹസിച്ചായിരുന്നു VSന്റെ പ്രതികരണം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത K. മുരളീധരൻ കടുത്ത വിമർശനമാണ് VSനും പ്രതിപക്ഷത്തിനുമെതിരെ നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും വ്യക്തിപരമായ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തിയ VS പ്രതിപക്ഷ നേതാവിന്റെ അന്തസ്സ് കെടുത്തിയെന്നായിരുന്നു K. മുരളീധരന്റെ വിമർശനം. ഏത് ദിവസം വാക്കൗട്ട് നടത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് അല്പമെങ്കിലും ഒരു മാനം മര്യാദക്കുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ന് വരെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ വിഭാഗത്തിലും ഇല്ലാത്ത, വീട്ടിൽ പ്രാർത്ഥനയും പൊതുപ്രവർത്തനവുമായി കഴിയുന്ന, പാവങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പദ്ധതിയെ കുറിച്ച് പോലും ഇന്നലെ പരാമർശിച്ചില്ലേ സാർ? ഇതൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ അന്തസ്സിന് ചേർന്നാണോ? ഇതെല്ലാം ജനം കാണുന്നു എന്ന് മനസ്സിലാക്കണം. K. മുരളീധരന്റെ വിമർശനത്തിന് VSന്റെ മറുപടി ഇങ്ങനെ. കിങ്ങിണിക്കുട്ടനുണ്ടല്ലോ, കരുണാകരന്റെ മോൻ മുരളീധരനെ കൊണ്ടൊരു ദീർഘ പ്രസംഗം അവിടെ നടത്തുകയാണ് ഞങ്ങൾക്കെതിരായിട്ട്. അതിന് ഇരുന്ന് കൊടുത്തു ആരും സ്പീക്കർ
തീരുന്നത് വരെ. സരിതയുടെ മൊഴി ഉദ്ധരിക്കുക മാത്രമാണ് താൻ നിയമസഭയിൽ ചെയ്തതെന്നും VS പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. PS സുനിൽകുമാർ MLA, ഒപ്പം തന്നെ KN ഖാദർ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ആദ്യം VS സുനിൽകുമാർ, നന്ദി പ്രമേയ ചർച്ച, ബജറ്റിൻ്റെ പൊതുചർച്ച, ഓരോ ദിവസവും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അവസരം ഈ ചർച്ചകളിൽ ലഭിക്കില്ലേ? എന്തിനാണ് VS സുനിൽകുമാർ ആ നിലയിൽ വാശി പിടിക്കുന്നത്? അടിയന്തര പ്രമേയത്തിലൂടെ മാത്രമേ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കൂ എന്ന്. അല്ല, അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിന് മാത്രം ലഭിക്കുന്ന ഒരു അവകാശമാണ്. അടിയന്തര പ്രമേയത്തിൻ്റെ കാര്യത്തിൽ വളരെ ലിബറലായ സമീപനമാണ് ഏത് സ്പീക്കർമാരെടുക്കാറുള്ളത്. ഇന്ന് ഞാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ബാർ കോഴ കേസ്, ഇപ്പോൾ ബാബുവിനെതിരായിട്ടുള്ള കേസ് അട്ടിമറിക്കാൻ നടത്തുന്ന വളരെ വലിയ ഗൂഢാലോചനയെ സംബന്ധിച്ച അടിയന്തര പ്രമേയമാണ്. ആ പ്രമേയത്തിൻ്റെ അവതരണാനുമതി നിഷേധിക്കുമ്പോൾ സ്പീക്കർ പറഞ്ഞത് വളരെ ഒരിക്കലും സ്പീക്കർ എന്ന പദവിക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് എന്നെ ഒരു മന്ത്രി തന്നെ ഭീഷണിപ്പെടുത്തി എന്ന രീതിയിലാണ്. ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും എതിരഭിപ്രായം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്പീക്കറുടെ പണി ഭരണകക്ഷി എന്ത് പറയുന്നു എന്നനുസരിച്ച് കാര്യങ്ങൾ ചെയ്യലല്ല. പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സ്പീക്കറുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇതൊരു കോടതിയിലെ കേസ് നിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടിരുന്ന പ്രമേയം, അടിയന്തര പ്രമേയം, കോടതിയിൽ നിൽക്കുന്ന കേസല്ലേ? കോടതിയിൽ നിൽക്കുന്ന കേസാണെങ്കിൽ KM മാണിക്കെതിരെ ഞാൻ കൊടുത്ത കേസ് ഹൈക്കോടതി നിലനിൽക്കുമ്പോഴാണ് ഇതേ ബാർ കോഴ കേസിൽ KM മാണിക്കെതിരായി കൊണ്ടുവന്ന 5 അടിയന്തര പ്രമേയങ്ങൾക്ക് ഇതേ സ്പീക്കറും മുൻ സ്പീക്കറും അവതരണാനുമതി കൊടുത്തത്. അതിന് പുറമെ കേരളത്തിൽ എത്ര കേസുകൾ, പാമോയിൽ കേസ് അടിയന്തര പ്രമേയം എത്ര തവണ വന്നിട്ടുണ്ട്, ഇപ്പോഴും കോടതിയിലല്ലേ? ഇപ്പോൾ ടൈറ്റാനിയം കേസിൻ്റെ പേരിൽ ഞാൻ തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് കോടതിയിലുള്ള കേസായിരുന്നില്ലേ? ലാവലിൻ കേസ് അടിയന്തര പ്രമേയം UDF കൊണ്ടുവന്നിട്ടില്ലേ, അത് കോടതിയിലായിരുന്നില്ലേ? അപ്പോൾ കോടതിയിലുള്ള കേസുകൾക്കൊന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി കൊടുക്കില്ല എന്നുള്ളത് ഇത് കേരള നിയമസഭയിൽ മുമ്പുള്ള കീഴ്വഴക്കങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. KPCC ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിക്കെതിരായ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ സോളാർ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമല്ലേ? മാണിക്കെതിരായ കേസിലും പാമോലിൻ കേസിലും SNC ലാവലിൻ കേസിലും ഒക്കെ തന്നെയും കോടതിയിൽ ഈ വിഷയം പരിഗണിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത നിലയിൽ നിയമസഭയും അക്കാര്യം ചർച്ച ചെയ്തിരുന്നു. പൊളിറ്റിക്കൽ ഇഷ്യൂസ് അടിയന്തര പ്രമേയ ഘട്ടത്തിൽ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, പരമ്പരാഗതമായി സംഭവിക്കുന്നതാണ്. നിങ്ങൾ എന്തിനാണ് അതിനെ ഭയക്കുന്നത്? അത് നികേഷ് പറയുന്ന പോലെയല്ല, ആരും അതിനെ ഭയപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇവിടെ അടിയന്തര പ്രമേയം അനുവദിക്കണമോ വേണ്ടയോ എന്ന കാര്യം സ്പീക്കർക്ക് വിവേചനാധികാര പ്രകാരം തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കോടതികളിൽ നിലവിലുള്ള ഒരു വിഷയമാകുമ്പോൾ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അടിയന്തര പ്രമേയങ്ങൾ അനുവദിച്ചുകൂടാ എന്ന് ചട്ടം 52 വ്യക്തമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ 52 കണക്കിലെടുക്കാതെ പലപ്പോഴും വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് സ്പീക്കർമാർ മുമ്പ് അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തവണ കൊടുക്കുന്നത് തന്നെ ശരിയായിട്ടുള്ളൊരു നടപടിക്രമമല്ല. ഇന്നലെ തന്നെ ഞങ്ങളെല്ലാം സഭയിൽ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇങ്ങനെ ചട്ടം അനുവദിക്കാത്തതിന് വീണ്ടും എന്നാലും എന്നൊരു പ്രയോഗം വെച്ചിട്ട് സ്പീക്കർ ഇങ്ങനെ അനുവദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഞങ്ങൾ ഇന്നലെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുമ്പോൾ വിവേചനാധികാരം ഏത് വിഷയത്തിൽ അതിന് അനുവാദം കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം സ്പീക്കർക്കാണ്. നികേഷിന് അറിയാലോ, അടിയന്തര പ്രമേയം എന്നാണ് ഇതിന് നമ്മൾ പറയുന്ന പേര് തന്നെ. അടിയന്തര പ്രമേയം അടിയന്തര ഘട്ടങ്ങളിലാണ്. ദിവസം നടക്കുന്നതിന് അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് പോലും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അടിയന്തര പ്രമേയം അടിയന്തര കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട റൂൾ 50 ചട്ടം 50 ശരിയാണ്. പക്ഷേ PC വിഷ്ണുനാഥ്, കോൺഗ്രസ് MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. പക്ഷേ PC വിഷ്ണുനാഥ്, ഉമ്മൻചാണ്ടി പൊളിറ്റിക്കലായി തനിക്ക് എതിരെ വരുന്ന ആരോപണങ്ങൾ നിയമസഭയിൽ പൂർണ്ണ ദിവസം ചർച്ച ചെയ്യാൻ അനുവദിക്കുകയും അത് ടെലിവിഷൻ ക്യാമറയ്ക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ഇപ്പോൾ ഉമ്മൻചാണ്ടി അതിന് ഭയക്കുന്നത്, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അദ്ദേഹത്തിന് സോളാർ ബാർ കോഴകളിൽ വലിയ തോതിൽ ഭയക്കാനുള്ളത് കൊണ്ടാണോ? അങ്ങനെയൊന്നും അല്ലെന്ന് താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. കാരണം ഈ വിഷയം നിയമസഭയിൽ എത്ര തവണയാണ് ചർച്ച ചെയ്തത്? ഈ റൂൾ 50 ഇവിടെ KN ഖാദർ സൂചിപ്പിച്ചു. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ റൂൾ 50 പറയുന്നുണ്ട് ചട്ടം
അതായത് ഒരു തവണ സബ്മിഷനായോ അടിയന്തര പ്രമേയമായോ ഏതെങ്കിലും രൂപത്തിൽ ഒരിക്കൽ വന്നത് പിന്നീട് വരാൻ പാടില്ല. അതുപോലും ലംഘിച്ചുകൊണ്ട് സ്പീക്കർ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് അനുവാദം കൊടുക്കുമ്പോൾ സഭാനായകനായ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും അതിൽ എതിർപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷേ ശ്രീ പി സി വിഷ്ണുനാഥ്, നമുക്കറിയാം ചട്ടങ്ങളും വ്യവസ്ഥകളും അപ്പുറത്തേക്ക് പ്രതിപക്ഷവുമായുള്ള ഒരു സമന്വയത്തിലാണ് നിയമസഭ നടന്നു പോകുന്നത്. ഈ വിഷയത്തിൽ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ, ഭരണപക്ഷം ഈ നിലയിൽ നിലപാട് സ്വീകരിച്ചാൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ റൂൾ 60യുടെ കാര്യത്തിൽ നിലപാട് ഇങ്ങനെയാണെങ്കിൽ സഭ നടത്തിക്കൊണ്ടുപോകേണ്ട എന്ന് പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് നിങ്ങൾക്കും കൂടി വലിയ തോതിൽ ദോഷം ചെയ്യില്ലേ? പ്രത്യേകിച്ച് ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട്, ബജറ്റുമായി പ്രതിപക്ഷം സഹകരിക്കേണ്ടതുണ്ട്, ബജറ്റ് പാസ്സാക്കിയെടുക്കേണ്ടതുണ്ട്, മറ്റ് നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കുറെ കൂടി വിട്ടുവീഴ്ചയുടെ സ്വരം വരേണ്ടത് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ലേ? താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതിനുള്ള സമയം ഇടപെടാതെ കിട്ടിയാൽ ഉപകാരമായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷമോ ഭരണപക്ഷമോ അല്ല തീരുമാനം എടുക്കുന്നത്. സ്പീക്കറുടെ വിവേചന അധികാരമാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്താ? ഈ സുനിൽകുമാറൊക്കെ കൊടുത്തിരിക്കുന്ന നോട്ടീസ് വസ്തുതാപരമായി നിങ്ങൾ പരിശോധിക്കൂ. 10 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാണെന്ന തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിന്റെ അത് തന്നെ ഫാക്ച്വലായി ഒന്ന് പരിശോധിക്കൂ. തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവാണോ? ജസ്റ്റിസ് ഉബൈദിന്റെ ഉത്തരവാണ്. 10 ദിവസത്തിനകം അന്വേഷണത്തിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത്. ആ നോട്ടീസിലെ വസ്തുതാപരമായ പിശക് 1. 2, സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മൊഴികളോ കള്ളപ്പണ ഇടപാടുകളോ ഇതൊന്നും പരിശോധിക്കാതെ എക്സൈസ് മന്ത്രിയെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ട് നൽകി. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ കോടതിയിൽ കൊടുത്തിരിക്കുക. ഇത് കോടതി പരിശോധിക്കാതിരിക്കുകയുള്ളൂ. ഈ മുദ്ര വെച്ച കവറിനകത്ത് ഇതാണെന്ന് ഇവരോട് ആരാ പറഞ്ഞേ? കോടതിയുടെ പരിഗണനയിലല്ല, പരിശോധനയിലേക്ക് വരുന്ന ഒരു കാര്യം ഒരു നോട്ടീസായി കൊടുക്കുമ്പോൾ ആ നോട്ടീസ് തന്നെ ചട്ടവിരുദ്ധ. വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ. ഞാൻ അതിന് മറുപടി ചോദിച്ചിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വി എസ് സുനിൽകുമാർ, 2 വസ്തുതാപരമായ പിശകാണ് ശ്രീ പി സി വിഷ്ണുനാഥ് ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, 10 ദിവസത്തിനകം QV എന്നുള്ളത് തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവല്ല, ഉബൈദിന്റെ വിധിയാണ്. രണ്ടാമത്തേത്, കള്ളപ്പണം പരിശോധിക്കാതെയാണ് QV റിപ്പോർട്ട് നൽകിയത് ബാബുവിൻ്റെ കേസിൽ എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? 2 കാര്യങ്ങൾ. ഈ വിഷ്ണു പറയുന്നത് അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പോലും അതില്ല. എന്താണെന്നറിയാമോ? പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും അതാ ദിവസങ്ങളിൽ വരുന്ന പത്രവാർത്തകളും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. വിഷ്ണു പറയുന്ന പോലെ വിഷ്ണു ഭരണകക്ഷി MLA-മാരും ഭരണകക്ഷി മന്ത്രിമാരും അവരുടെ താല്പര്യം അനുസരിച്ചും അവർ പരിശോധിച്ചിട്ടാണോ സ്പീക്കർ ഈ റൂൾ 50 അനുവദിക്കുന്നത്? ഇന്ന് സ്പീക്കർ പറഞ്ഞ കാര്യം എന്താ? വിഷ്ണു എന്താ അത് പറയാത്ത? എന്താ ഒരു മന്ത്രി അദ്ദേഹത്തെ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നാണ്. മന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷത്തിന്റെ അവകാശം നിഷേധിക്കാൻ ഈ സ്പീക്കർക്ക് എന്താ അധികാരം? എന്താ നിങ്ങൾ അത് പറയാത്ത? എന്താ? അപ്പോൾ നിങ്ങളുടെ തോന്നിയാസം പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂൾ അനുസരിച്ച് നിങ്ങൾ ഇഷ്ടം പോലെ സഭയെ കൊണ്ടുപോകാൻ വേണ്ടി സ്പീക്കറെ നിങ്ങൾ ഒരു പാവയാക്കി വെച്ചിരിക്കുകയാണോ? ദയവായി തുടരുക. മറുപടി അത് ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. ഇന്നലെ നിയമസഭയിൽ എന്റെ ചോദ്യത്തിന് മറുപടി പറയണ്ട. താങ്കൾ ചോദിച്ച മറുപടി പറയാതെ പോവുക. ഒന്ന്, ഒരു സ്പീക്കർക്ക് ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ വസ്തുതാപരമായി തന്നെ തെറ്റാണ്. അതായത് ഇങ്ങനെ വസ്തുതാപരമായ പിശകുള്ളത് കൊണ്ടാണ് ആ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തത് എന്നാണോ? അതല്ല. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടെ സീരിയസ് ആണ്. ഒന്ന്, ഈ കൊടുത്തിരിക്കുന്ന മുദ്ര വെച്ച കവറിലെ റിപ്പോർട്ട് ഒരു നോട്ടീസായി കൊടുക്കുമ്പോൾ അതിലെ വിവരം എങ്ങനെ കിട്ടി? മറുപടി പറയാതെ പോവുക. പക്ഷെ ഇത് മൂന്നാമത്തെ കാര്യമാണ്. കെ രാധാകൃഷ്ണൻ സ്പീക്കർ ആയിരുന്നപ്പോൾ 22 തവണ അവതരണാനുമതി ഞാൻ അന്ന് MLA ആയിരുന്നു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ദിവസം അനുവാദം കൊടുക്കണം, ഏത് ദിവസം അനുവാദം കൊടുക്കണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ സ്പീക്കറാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യം ഇവിടെ ചർച്ച നടക്കുന്നതിൽ നിന്നും മുഖ്യമന്ത്രി ഭയക്കുന്നു എന്നാണ്. ഇന്ന് ഭരണഘടനയുടെ 176-ാം അനുച്ഛേദ പ്രകാരം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ ഉള്ള ചർച്ച ഇന്ന് പ്ലേസ് ചെയ്തിരിക്കുക. ആ പ്ലേസ് ചെയ്ത ചർച്ചയിൽ 9 മണിക്കൂർ യഥാർത്ഥത്തിൽ അനുവദിക്കപ്പെട്ട സമയമുണ്ട് 3 ദിവസമായിട്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 1:30 മണി എന്നുള്ളത് 5 മണി വരെയൊക്കെ പോകാറുണ്ട്.
അപ്പൊ ഒരു 18 മണിക്കൂർ സമയമുണ്ട് ഈ ചർച്ചയ്ക്ക്. പക്ഷേ എന്റെ ചോദ്യം അപ്പോഴും അവിടെ നിൽക്കുകയാണ് ശ്രീ പി സി വിഷ്ണുനാഥ്. ഇപ്പൊ പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കോടതിയിൽ നിന്ന് തന്നെ ഒരു ആക്ഷേപം ഉയർന്നു വന്നല്ലോ, അല്ലെങ്കിൽ അതൊരു പരിശോധന വിപുലമായ വിധത്തിൽ വേണം എന്നുള്ള നിർദ്ദേശം വന്നല്ലോ. ആ ഘട്ടത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചുകൊണ്ട് ക്യാമറകൾക്ക് അത് തുറന്നു കൊടുക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. ആ കോൺഫിഡൻസ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇല്ലാതെ പോയോ? താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു, ഉമ്മൻചാണ്ടിക്ക് തീരുമാനമെടുത്താൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുവാദം കൊടുക്കാൻ കഴിയില്ല. അത് നിയമസഭാ സ്പീക്കർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം ഇനി അതുപോലും പരിശോധിച്ചാൽ ഒരു കോടതിയുടെ ഉത്തരവല്ല, ഇതൊരു കോടതിയിൽ കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് കോടതി പരിശോധിക്കാനിരിക്കെ അതിന്റെ മേൽ ചർച്ച നടത്തണമെന്ന് പറഞ്ഞാൽ ചട്ടവിരുദ്ധാണ്. അത് സ്പീക്കർക്ക് എടുക്കാൻ കഴിയുന്ന തീരുമാനമാണോ? തുടരുക. ശ്രീ വി എസ് സുനിൽകുമാർ, ഒരു മന്ത്രി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ശ്രീ ഷിബു ബേബി ജോൺ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞിരുന്നു, സ്പീക്കർക്ക് വിവേചനാധികാരം സംബന്ധിച്ച് റൂളിംഗ് വേണം എന്ന്. വിവേചനാധികാരം എങ്ങനെയാണ് സാധിക്കുക? ചട്ടത്തിലില്ലാത്ത കാര്യങ്ങളിലല്ല, ചട്ടത്തിൽ തന്നെയുള്ള കാര്യങ്ങളിലെ വിവേചനാധികാരത്തെക്കുറിച്ചാണ്. അത് സംബന്ധിച്ച് ഭരണപക്ഷത്തിൻ്റെ എതിർപ്പ് സ്പീക്കർക്ക് മാനിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടിയെങ്കിലും വരും, അത് സഭയിൽ പറയേണ്ടിയെങ്കിലും വരും. നികേഷേ, സ്പീക്കർക്ക് ചട്ടം തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. ചട്ടം അദ്ദേഹത്തെ നയിക്കുന്നതാണെങ്കിലും കീഴ്വഴക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും ഇല്ലെങ്കിൽ പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കാം, ചട്ടം തന്നെ റദ്ദാക്കാം സ്പീക്കർക്ക്. അപ്പൊ സ്പീക്കറുടെ അവകാശം എന്ന് പറയുന്ന അധികാരം എന്ന് പറയുന്നത് വിശാലമായ അധികാരമാണ്. ഇന്നലെ ഇതേ കാര്യം ഉന്നയിച്ചപ്പോൾ സ്പീക്കർ കൊടുത്ത റൂളിംഗ് എന്തായിരുന്നു? സ്പീക്കറുടെ വിവേചനം ഇതൊക്കെയാണെങ്കിലും സ്പീക്കർക്ക് യുക്തമെന്ന് തോന്നിയാൽ വിവേചനാധികാരം വെച്ച് കൊടുക്കാമെന്ന് താഴത്തെ ചട്ടത്തിൽ പറയുന്നുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ടത് സ്പീക്കർ ശ്രീ എൻ ശക്തൻ തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ ചട്ടത്തിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളിൽ തന്നെ സ്പീക്കർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാമെന്ന്. അതുകൊണ്ടാണല്ലോ ഇന്നലെ സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ നിൽക്കുന്ന സോളാർ വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അടിയന്തര പ്രമേയം അനുവദിച്ചപ്പോൾ അത് അവതരിപ്പിക്കാനുള്ള അനുമതി സ്പീക്കർ നൽകിയത്. സമാനമായ വിധത്തിൽ ഇപ്പോൾ ബാർകോഴ കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെയും അക്കാര്യത്തിൽ സ്പീക്കർക്ക് തൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കാം. അത് സ്പീക്കർ ഇന്ന് ഉപയോഗിക്കുന്നില്ല, ഇന്നലെ ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ ഭരണകക്ഷിയുടെ സമ്മർദ്ദം സ്പീക്കറിൽ വളരെയധികമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഷിക്കേനെ ഖാദർ. അല്ല, സ്പീക്കർ എടുത്തിട്ടുള്ള നിലപാട് വളരെ നിയമപരമായിട്ടും ചട്ടങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലുമാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യം അതിനകത്ത് കാണാനേ കഴിയുന്നില്ല. ഏത് ദിവസം ഏത് വിഷയം എടുക്കണം എടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള സമ്പൂർണമായ അധികാരം സ്പീക്കർക്കുണ്ട്. അതിനാണ് ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുക. വിവേചന അധികാരമായതുകൊണ്ട് ആ വിവേചനമാണ് ഏത് വിഷയം ഏത് ദിവസം എടുക്കണം എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിനെയാണ് വിവേചനം എന്ന് പറയുക. ഇന്നലെ എടുത്തതും ഇന്ന് എടുക്കാതിരിക്കുമ്പോഴും ആണ് അതിനെ വിവേചനാധികാരമായിട്ട് മാറുന്നത്. ഇന്നലെ എടുത്താൽ ഇന്ന് എടുക്കണമെന്നില്ല, ഇന്ന് എടുത്തില്ലെങ്കിൽ നാളെ എടുക്കണ്ട എന്നില്ല. അപ്പൊ ആ വിവേചനാധികാരം എന്ന് പറയുന്ന ഡിസ്ക്രിഷണറി പവർ ശരിയായ വിധത്തിൽ സ്പീക്കർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, നിയമസഭയിൽ ഇതിനു മുമ്പും പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള അതേ വിഷയങ്ങൾ ചർവിത ചർവണം ചെയ്യുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം കുറച്ചു നാളായിട്ട് സ്വീകരിച്ചു വരുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു താല്പര്യമില്ല. കൃഷിക്കാരെ കുറിച്ച് പറയുന്നില്ല, കർഷക തൊഴിലാളികളെ കുറിച്ച് പറയുന്നില്ല, ജീവനക്കാരെ കുറിച്ച് പറയുന്നില്ല, തൊഴിൽ രഹിതരെ കുറിച്ച് പറയുന്നില്ല, വികസനത്തെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ 100 ജനകീയ പ്രശ്നങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് 1-2 കുറ്റിക്ക് ചുറ്റും കിടന്നിങ്ങനെ തിരിയുന്ന ഒരു വണ്ടിച്ചക്രം മണലിൽ കിടന്ന് പുതയുന്നത് പോലെ തിരിയുന്നൊരവസ്ഥയിലാണ് പ്രതിപക്ഷം എത്തിച്ചേർന്നിട്ടുള്ളത്. വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് പ്രതിപക്ഷം ചെന്ന് പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയം മാത്രം എടുത്തിട്ട് മറ്റു കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് തന്നെ വലിയ ഒളിച്ചോട്ടമാണ്. യാതൊന്നിനെയും ഐക്യജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവൺമെന്റും ഭയപ്പെടുന്നേയില്ല. ചൂണ്ടിക്കാണിച്ചതുപോലെ ജനകീയ പ്രശ്നങ്ങൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ശ്രീ വി എസ് സുനിൽകുമാർ, ചർച്ചയുടെ നിലവാരം പോലും താഴുന്നു. അല്ലെങ്കിൽ അടിയന്തര പ്രമേയ അവതരണാനുമതി ലഭിക്കുമ്പോൾ തന്നെ
പ്രതിപക്ഷം തങ്ങളുടെ നിലവാരം കാണിക്കുന്നു. ഇപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.എസ്. അച്യുതാനന്ദൻ ഈ മുഖ്യമന്ത്രി അപ്പുറത്തിരിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവായിരിക്കാൻ തനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറയുകയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കൂടി നിയമസഭയിലെ ചർച്ചയിൽ വലിച്ചിഴച്ചു. ഇന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ ശ്രീ കെ മുരളീധരനെ അദ്ദേഹം താങ്കൾ പോലും ഇരുന്ന മീഡിയ റൂമിലെ വാർത്താ സമ്മേളനത്തിൽ കിങ്ങിണിക്കുട്ടൻ എന്നാണ് വിളിച്ചത്. എന്തിനാണ് ഈ തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപം? നിങ്ങൾക്ക് ഇഷ്യൂസ് അവതരിപ്പിച്ചാൽ പോരെ. ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിച്ചു കൊണ്ടുവേണോ അത്? അവരുടെ കുടുംബത്തെ വലിച്ചിഴച്ചു കൊണ്ടുവേണോ അത്? നികേഷ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ബഹുമാനായിട്ടുള്ള കെ എൻ എ ഖാദറോട് പറഞ്ഞ കാര്യം, ഞങ്ങൾ ഈ ജനങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നില്ല എന്നാണല്ലോ. എന്തിനാണ് ഇതും ജനങ്ങളുടെ വിഷയം തന്നെയല്ലേ? ഞങ്ങളിത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സഭയിൽ പറയാമല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പറയാമല്ലോ. അത് പറയാൻ പോലുള്ള അവസരം നിങ്ങൾ നിഷേധിച്ചിട്ട് ഞങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾ മുൻകൂട്ടി കണ്ട് ഞങ്ങളുടെ അവസരം നിഷേധിച്ച ശേഷം നിങ്ങൾ പ്രതിപക്ഷത്തെ അപഹസിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷം ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞങ്ങളവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസ് ആണ്. ഈ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആളുകൾ വരുമോ? ഇവര് മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനം സഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നാണോ? ഞങ്ങൾ അത് അവതരിപ്പിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്താ? ഈ അഴിമതിയൊന്നും പ്രതിപക്ഷത്തിന് മുമ്പിൽ ഒരു പ്രശ്നമല്ല, ഞങ്ങൾ അഴിമതി അവതരിപ്പിക്കുന്നില്ല, എല്ലാം ഞങ്ങൾ അവതരിപ്പിക്കും. ഞങ്ങൾ 2 ദിവസമല്ലേ സഭയുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇന്ന് VS മറുപടി പറഞ്ഞല്ലോ, വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഭാഷയല്ല, അവിടെ ഈ കേസിലെ പ്രതി പറഞ്ഞ കാര്യം അതേ കോട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കെ മുരളീധരനെ പറ്റി ആ വാക്കുപയോഗിച്ചത് കോൺഗ്രസ്സുകാരാണ്, ആ പേരിട്ടതും കോൺഗ്രസ്സുകാരാണല്ലോ. ആ കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചതാണ്. അത് ഇവർക്ക് ഒരുപക്ഷെ വിഷമമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് മാത്രം എടുത്ത് പറയാമോ? ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോയ അടിയന്തര പ്രമേയത്തിന് കണ്ടന്റ് അവതരിപ്പിക്കാൻ പിന്നെ നികേഷ് എനിക്ക് സമയം തരുമോ? 2 മിനിറ്റ് മതി. അപ്പോൾ നികേഷിന് മനസ്സിലാവും എന്തായിരുന്നു ഞാൻ അവതരിപ്പിക്കാൻ പോയതെന്ന കാര്യം. തുടരുക. പക്ഷേ അടിയന്തര പ്രമേയത്തിന്റെ കണ്ടന്റ് ഒന്നും അവതരിപ്പിക്കേണ്ടത് ഇവിടെ അല്ലല്ലോ ശ്രീ വി.എസ്. സുനിൽകുമാർ. ശ്രീ കെ.എൻ. ഖാദർ, ഇന്ന് മുഖ്യമന്ത്രി KPCC യോഗത്തിൽ ചെന്ന് പറഞ്ഞത് നമ്മൾ ആഗ്രഹിച്ചതും പാൽ, വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്നാണ്. അതായത് കഴിഞ്ഞ 2 ദിവസമായി രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധിയും ഗുലാം നബി ആസാദും ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിക്കും കോൺഗ്രസ് MLA-മാർക്കും ആവശ്യമായിരുന്നു. പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ തന്നെ സഭ പിരിച്ചുവിടുക, പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതില്ല എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായും അവർ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് സഭ സ്തംഭിക്കുമല്ലോ. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുള്ളൊരു നാടകമാണോ ശ്രീ കെ.എൻ. ഖാദർ? അതെ, ആ ചോദ്യം വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പൊ തന്നെ സുനിൽ കുമാർ ബഹുമാനപ്പെട്ട നികേഷിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അടിയന്തര പ്രമേയത്തിന്റെ കണ്ടൻസ് 2 മിനിറ്റ് തന്നെന്ന് അവതരിപ്പിച്ചോട്ടെ എന്ന്. അത് നികേഷിന്റെ വിവേചനാധികാരം കൊണ്ട് നികേഷ് അത് നിഷേധിച്ചു. അതുപോലെ ഒരു അധികാരമാണ് സ്പീക്കർക്കുള്ളത്. ഇതിനേക്കാൾ നിയമപരമായിട്ടുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി വരുന്നതും പാർട്ടി പരിപാടി നടപ്പിലാക്കുന്നതിനൊന്നും വേണ്ടിയല്ല വാസ്തവത്തിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാം. ആകെ മൊത്തം കഴിഞ്ഞ 4-4.5 വർഷം ഈ നിയമസഭ ചേർന്നിട്ട് എത്ര അടിയന്തര പ്രമേയങ്ങൾ ഇവർ കൊണ്ടുവന്നുവെന്നും ഏതിനെല്ലാം ഇതുപോലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും പരിശോധിച്ചാൽ നികേഷിന് അറിയാം. വളരെ റെയറായിട്ട് മാത്രമേ അടിയന്തര പ്രമേയത്തിന് ഇതുപോലെ വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് അവതരിപ്പിക്കേണ്ട എന്ന് സ്പീക്കർ പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. കാരണം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് ആ ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷം കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മിസ്ലീഡ് ചെയ്യുകയാണ്. അഴിമതി ആരോപണങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിക്കാനുള്ള ബാധ്യതയും യോഗ്യതയും അർഹതയും പ്രതിപക്ഷത്തിനുണ്ട്, യാതൊരു സംശയവുമില്ല. അഴിമതി നടത്തുന്ന ആരും രക്ഷപ്പെടണമെന്ന് ആർക്കും ആഗ്രഹമില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നുള്ള കാര്യത്തിന് ആർക്കും സംശയമില്ല. പക്ഷെ ആ അഴിമതി അവതരിപ്പിക്കുക എന്നുള്ളതിന്റെ പേരിൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഒരു മസാല പടത്തിന്റെ ചിത്രീകരണം മാതിരി ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫാഷിസ്റ്റ് വിരുദ്ധ കാര്യങ്ങളിലോ വർഗീയ പ്രീണന നയത്തിലോ അതുപോലെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളിലോ ദളിതരെ ആക്രമിക്കുന്ന പ്രശ്നങ്ങളിലോ സ്പീക്കർ ചട്ടം മറികടന്ന് സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കുന്നതിനെ സഭയിൽ ചോദ്യം ചെയ്ത മന്ത്രിയാണല്ലോ താങ്കൾ. ഒരുപക്ഷെ ഈ പറയുന്ന വിധത്തിൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് മന്ത്രിസഭയുടെ സമ്മർദ്ദം, സർക്കാരിൻ്റെ സമ്മർദ്ദം സ്പീക്കറുടെ മുകളിൽ ഉള്ളതുകൊണ്ടാണോ ഇന്ന് ആ നിലയിൽ സ്വന്തം വിവേചനാധികാരം സ്പീക്കർ ഉപയോഗിക്കാതെ പോയത്?
നികേഷ്, നിയമസഭാ സാമാജികരും പൊതുസമൂഹവും ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മീഡിയയും മനസ്സിലാക്കേണ്ടത്, ചട്ടം മറികടക്കാൻ ആർക്കും അവകാശമില്ല. കീഴ്വഴക്കങ്ങൾ മറികടക്കാൻ സാധിക്കും. ചട്ടം മറികടക്കാമെന്നാണല്ലോ ഇന്നലെ സ്പീക്കർ പറഞ്ഞത്. താങ്കൾ റൂളിംഗ് ആവശ്യപ്പെടുകയും ചട്ടം മറികടക്കാമെന്നും തനിക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് ഏത് വിഷയത്തിലും തീരുമാനമെടുക്കാമെന്നുമാണ് ഇന്നലെ സ്പീക്കർ റൂളിംഗ് നൽകിയത്. അല്ലല്ല, അത് തെറ്റായതാണ്. സ്പീക്കർ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് റൂൾ പ്രകാരം ഞാൻ കാണിച്ചു. സ്പീക്കർ റൂൾ 53 പ്രകാരം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. സ്പീക്കർക്ക് ഈ അടിയന്തര പ്രമേയ അവതരണത്തിൽ സ്പീക്കർക്ക്, ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇത് ഒരു തരത്തിലും മറ്റിതിലൊന്നും ബാധിക്കത്തില്ലെങ്കിൽ അനുവദിക്കാൻ പറ്റുമെന്നൊരു വിവേചനാധികാരമുണ്ട്. പക്ഷേ റൂൾ 50യുടെ നിയമങ്ങളിൽ ആദ്യം പറയുന്നത് ഇറ്റ് ഷുഡ് ബി എൻ ഇവന്റ് ഓഫ്. അല്ലല്ല, ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞിടത്തേക്ക് തന്നെ നിൽക്കുക. ഇതൊരു തരത്തിലും ബാധിക്കാത്ത വിധത്തിലുള്ള ചർച്ച എനിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് അനുവദിക്കാം എന്നാണ്. അങ്ങനെയാണ് സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെയുള്ള വിഷയത്തിൽ ഇന്നലെ അടിയന്തര പ്രമേയം സ്പീക്കർ അനുവദിച്ചത്. അടിയന്തര പ്രമേയത്തിന്റെ അവതരണം ഇന്നലെ പ്രതിപക്ഷം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് ഇന്നലെ സഭ നടന്നു. ഇന്ന് സഭ നടക്കാതിരുന്നത് ആ നിലയിൽ കേരള ഹൈക്കോടതിയുടെ മുന്നിലുള്ള വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ പ്രതിപക്ഷത്തോട് ആ വിഷയം അവതരിപ്പിക്കാനുള്ള അനുമതി നൽകാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സർക്കാരിന്റെ സമ്മർദ്ദം സ്പീക്കറുടെ മുകളിലുണ്ടോ എന്ന്. അല്ല, സർക്കാരിന്റെ സമ്മർദ്ദമല്ലല്ലോ. സ്പീക്കറുടെ വിവേചനാധികാരം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ അവകാശമല്ലല്ലോ സ്പീക്കറുടെ വിവേചനാധികാരം. ഇന്നലെ അനുവദിച്ചത് സ്പീക്കറുടെ വിവേചനാധികാരമാണെങ്കിൽ ഇന്ന് അനുവദിക്കാത്തത് സ്പീക്കറുടെ വിവേചനാധികാരമല്ലയോ? അതെ, അതിനെന്താ പ്രശ്നം? മാത്രമല്ല, ഞാൻ പറഞ്ഞത് ആ റൂളെങ്കിലും മനസ്സിലാക്കുക. അതിന് ഇവന്റ് ഓഫ് റീസെന്റ് ഒക്കറൻസ് എന്ന് പറയുമ്പോൾ ആർക്കോഴ വന്നിട്ട് 2 വർഷമായ കാര്യമാണ്. അതിനെ കുറിച്ച് ഉള്ളതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും സ്പീക്കർ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കോടതി വിചാരണയെ ബാധിക്കും എന്നുള്ള ഇതിലായിരിക്കും. പക്ഷെ സ്പീക്കറുടെ വിവേചനാധികാരം എന്ന് പറയുമ്പോൾ പിന്നെ സർക്കാരിനെ ഇതിലെന്തിനാ പറയുന്നത്? ഷിബിയ സുനിൽകുമാർ, സ്പീക്കറുടെ വിവേചനാധികാരം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശമല്ല. അല്ല, ബഹുമാന ഷിബു ബേബി ജോൺ ഇന്നിവിടെ വന്ന് ഈ സ്പീക്കറുടെ റൂളിംഗ് തെറ്റാണെന്ന് പറയുന്നത് തന്നെ ശരിയല്ല. ഒരു മന്ത്രി സ്പീക്കർ നടത്തിയിരിക്കുന്ന റൂൾ ശരിയല്ല എന്ന് ഇവിടെ ഒരു TV ചാനൽ പറയുന്നത് സാധാരണ നിലയിൽ നടക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇന്നലെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്പീക്കർ നടത്തിയിട്ടുള്ള ആ നിലപാട് ഇന്ന് അദ്ദേഹം മാറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ പച്ചയായിട്ടൊരു കാര്യം പറഞ്ഞു. അത് ബഹുമാന ഷിബു ബേബി ജോൺ അവർ കേട്ടതല്ലേ? അതായത് ഒരു മന്ത്രിയും ഭരണകക്ഷി ആളുകളും എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അപ്പം നിങ്ങൾ സ്പീക്കറെ ഭീഷണിപ്പെടുത്താണോ? സ്പീക്കർ എന്നെ ചെയ്യണമെന്ന് പറയാണോ? സ്പീക്കറുടെ സ്വതന്ത്രമായ നിലപാടിന് നിങ്ങൾ ചങ്ങലക്കിടുകയാണോ? ഒരു കാര്യം, ഇവിടെ KN പറയുന്നത് എന്താ? അഴിമതി നടത്തുക, തോന്നിയാസം ചെയ്യുക. താങ്കളുടെ മറുപടി. ഞാൻ പറഞ്ഞ ഇതേ ഉള്ളൂ. ചട്ടം മറികടക്കാനുള്ള വിവേചനാധികാരം സ്പീക്കർ കൊണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഞാൻ എടുത്തു പറഞ്ഞു, സ്പീക്കറുടെ റൂളിംഗിന് ഞാൻ ചോദ്യം ചെയ്യല്ല, ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ട് റൂൾ 53 ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് പുള്ളി ഇവര് കൊടുത്തപ്പോൾ യാതൊരു ഒബ്ജക്ഷൻ ഇല്ലാതെ പറഞ്ഞു. ഇന്നലത്തെ വിവേചനാധികാരം ചട്ടം മറികടക്കുന്നതിൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നതിനെ ഇവിടെ ചോദ്യം ചെയ്തു. പക്ഷെ ഇന്ന് അതുകൊണ്ട് ഇതിന് അനുമതി നൽകുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ താങ്കൾ ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ സ്പീക്കറുടെ വിവേചനാധികാരം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശമല്ല, വളരെ കൃത്യം. പക്ഷേ അല്പം മുമ്പ് ശ്രീ VS സുനിൽകുമാർ MLA പറഞ്ഞതുപോലെ സ്പീക്കർ എന്ന് സഭയിൽ പറയുന്നു, ഒരു മന്ത്രിയും ഭരണകക്ഷി ആളുകളും എന്നിൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന്. സ്പീക്കറുടെ വിവേചനാധികാരത്തിൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? നികേഷ് പുതിയ അർത്ഥങ്ങൾ അതിന് കാണണ്ട. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് സ്പീക്കർ പറഞ്ഞിട്ടില്ല. ഇന്നലെ ഇതിന് ഒബ്ജക്ഷൻ ഉയർന്നു എന്ന് തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇന്നലെ പറഞ്ഞെന്താണ്? ഇത് അനുവദിച്ചുകൂടാ, പക്ഷേ ഞാനിത് അനുവദിക്കുന്നു. ശ്രീ VS സുനിൽകുമാർ, ഇന്നലെ സഭയിൽ നടന്ന കാര്യമാണ് സ്പീക്കർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ അഹിതമായി ഒന്നുമില്ല. കാരണം സഭയിൽ സ്വാഭാവികമായും സ്പീക്കർ സ്വതന്ത്രനായി പ്രവർത്തിക്കണമല്ലോ. പ്രതിപക്ഷത്തിന് കൂടുതൽ ആനുകൂല്യം കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ ഭരണകക്ഷി അംഗങ്ങളും സ്പീക്കറോട് പരാതിപ്പെടും. അപ്പോഴാണ് സ്പീക്കർ കുറെ കൂടി നിഷ്പക്ഷമാണ് എന്നുള്ള ബോധ്യം നമ്മളെപ്പോലുള്ളവർക്കുണ്ടാവുക. ഇന്നലെ ശ്രീ ശിവദാസൻ നായരും ശ്രീ ഷിബു ബേബി ജോണും സ്പീക്കറുടെ നടപടിയെ ചോദ്യം ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ഈ ഷിബു ബേബി ജോൺ
ഒരു റൂളിംഗ് ആവശ്യമാണ് വിവേചനാധികാരം ഉപയോഗിക്കുമ്പോൾ എന്നാവശ്യപ്പെടുകയും അത് നിലവിൽ കോടതിയുടെയോ അല്ലെങ്കിൽ കമ്മീഷൻ്റെയോ മുമ്പിലുള്ള വിഷയങ്ങളെ സ്പർശിക്കാത്ത വിധത്തിൽ ആ വിഷയങ്ങൾ എടുക്കാനുള്ള വിവേചനാധികാരം തനിക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും റൂളിംഗ് നൽകിക്കൊണ്ടുമാണ് ഇന്നലെ അത് അനുവദിച്ചത്. ഇപ്പോൾ ശ്രീ ഷിബു ബേബി ജോൺ പറയുന്നത് പോലെ വിവേചനാധികാരം എപ്പോഴും സ്പീക്കർ ഉപയോഗിക്കണം എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ അവകാശവുമല്ല. ഇക്കാര്യത്തിൽ ക്ലാരിറ്റി ഷിബു ബേബി ജോണിനാണ് ശ്രീ വി എസ് സുനിൽകുമാർ. അല്ല, വിവേചനാധികാരം ഉപയോഗിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ അവകാശം മാത്രമല്ല, ഭരണപക്ഷത്തിൻ്റെ അവകാശമല്ല. അത് സ്പീക്കറുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പക്ഷേ സ്പീക്കർ ഇന്നൊരു 2 കാര്യം പറഞ്ഞു. ഇന്ന് 8:30 മണിക്ക് ക്വസ്റ്റ്യൻ അവർ സമയത്ത് നിങ്ങളുടെ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് റൂൾ 50 അനുവദിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് റൂൾ 50 നിഷേധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ ചട്ടപ്രകാരം നിഷേധിക്കുന്നുവെന്തോ എൻ്റെ വിവേചനം ഉപയോഗിച്ചുകൊണ്ട് നിഷേധിക്കുന്നുവെന്നല്ല, എൻ്റെ മേൽ ഭരണകക്ഷിയിൽപ്പെട്ട മന്ത്രിയുടെയും MLA-മാരുടെ സമ്മർദ്ദത്തെപ്പറ്റി സൂചിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതാണ് പ്രതിപക്ഷം പ്രധാനമായിട്ട് ഉന്നയിച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ പല ഘട്ടങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ മാണിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും സ്പീക്കറുടെ മുകളിൽ നടത്തിയ സമ്മർദ്ദം എന്തായിരുന്നു? അപ്പോൾ പല ഘട്ടങ്ങളിലും സ്പീക്കറെ അവിടെ ചട്ടുകമാക്കി പാവയാക്കി ഭരണപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളെയും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. പുറത്ത് ഭരണ ദുരുപയോഗം ചെയ്യുന്ന പോലെ സ്പീക്കറുടെ വിവേചനാധികാരത്തെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അത് ഞങ്ങൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ഒരുപക്ഷെ മലയാളികളെ ആകെ നാണം കെടുത്തിയ നിയമസഭാ സമ്മേളനമായി പോയി. അത് സംഘർഷാത്മകമായ സംഭവ വികാസങ്ങളാണ് സഭയിൽ തന്നെ നടന്നത്. അത് ഒഴിവാക്കുക എന്നുള്ള ഉത്തരവാദിത്തം സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, കൂടുതലായും സഭാനാഥനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഭരണകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത്തവണ കൂടുതൽ സമന്വയത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നതായിരുന്നില്ലേ നല്ലത്? മറ്റന്നാൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മേലും ആരോപണങ്ങളുടെ പെരുമഴയാണ്. അപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ പ്രത്യേകിച്ച് അടിയന്തര പ്രമേയം അത് അവരുടെ അവകാശമാണല്ലോ, അത് അനുവദിക്കുക എന്നുള്ള ഒരു മിനിമം മര്യാദ എന്തുകൊണ്ട് പാലിച്ചില്ല? ഞാൻ പറയാൻ എനിക്ക് സമയം തരണം. ഒന്ന്, നിങ്ങൾ കേരളത്തിലെ ഇതിനു മുമ്പുള്ള സ്പീക്കർമാരും ഇതിനു മുമ്പുള്ള നിയമസഭയിൽ നടന്നത് ഓർക്കണം. ഈ നിയമസഭ പ്രത്യേകിച്ച് ശ്രീ ജി കാർത്തികേയൻ തുടങ്ങി വെച്ച ഒരു പാരമ്പര്യമാണ്, ഒരു കീഴ്വഴക്കമാണ്. എല്ലാ കാര്യങ്ങൾക്കും റൂളും ചട്ടവും കടന്നാണെങ്കിലും വിവേചനാധികാരം ഉപയോഗിച്ച് എല്ലാ പ്രാവശ്യവും എല്ലാത്തിനും അനുവാദം കൊടുക്കുക എന്നുള്ളത്. അത് മുഖ്യമന്ത്രിയും അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏത് വിഷയം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാലും ചർച്ച ചെയ്ത് കളയാം എന്ന് പറയുന്ന ഒരാളാണ്. അവരവതരിപ്പിക്കട്ടെ, ഞാൻ മറുപടി പറഞ്ഞോളാം. കാരണം ഗവൺമെന്റ് ഇത്തരം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സ്പീക്കർക്ക് വേറൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇതിന് മറുപടി പറയേണ്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് അതിനകത്ത് ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ട ഒരു ചെറിയ ചുമതലയുണ്ട്. ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചട്ടങ്ങൾക്ക് ഞാൻ ഇടപെടുകയാണ്. അതായത് പാമലൻ കേസിൽ ഒരു കോടതി പരാമർശം ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി അത് അടിയന്തര പ്രമേയം ആയി തന്നെ അനുവദിക്കുകയും ക്യാമറകൾക്ക് തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്തു. ആത്മവിശ്വാസമുള്ള ഉമ്മൻചാണ്ടിയെയാണ് നമ്മൾ അപ്പോൾ കണ്ടത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ആത്മവിശ്വാസമില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരുടെ ഓഡിയോ ടേപ്പുകൾ പുറത്തു വരുന്നു, ബാർഗോഴയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. അതുകൊണ്ടാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് പറയാൻ അവസരം തരണമെന്ന്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ജി കാർത്തികേയൻ ഈ കീഴ്വഴക്കങ്ങൾ മാറ്റാനുണ്ടായ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പുണ്ടായിരുന്ന സ്പീക്കർ രാധാകൃഷ്ണൻ പോലും എത്രയോ സന്ദർഭങ്ങളിലാണ് ഞാൻ അതിന്റെ രേഖകൾ നോക്കിയിട്ടുള്ളതാണ്. എത്രയോ സന്ദർഭങ്ങളിലാണ് അടിയന്തര പ്രമേയം അതിന് റൂൾ 50 അനുസരിച്ച് ഇതെടുക്കാൻ പോലും സമ്മതിക്കാമായിരുന്നു. കാർത്തികേയൻ വന്നിട്ടാണ് അതിനൊരു മാറ്റം ഉണ്ടാക്കിയത്, എല്ലാം എടുക്കാൻ തീരുമാനിച്ചത്. അതിനൊരു പ്രധാനപ്പെട്ട ശ്രീ ജോസഫ് വാഴക്കൻ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ഒരു നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഇതിന്റെ ബാക്കി കാര്യം കൂടി കേട്ടോളൂ. ഈ പുലഭ്യം പറച്ചിൽ എന്ന് പറഞ്ഞാലേ ഇത് സത്യത്തിൽ ഭരണകക്ഷികളെ കൈകളും കാലുകളും ബന്ധിച്ചിട്ടിട്ട് പ്രതിപക്ഷം പൂരപ്പാട്ട് നടത്തുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ വിഷയം തന്നെ 50 പ്രാവശ്യമെങ്കിലും ബാർക്കോഴി അത് പൂരപ്പാട്ടിനെ കുറിച്ച് നേരത്തെ ഞാൻ ചോദിച്ചു. അപ്പോ ആ പൂരപ്പാട്ടിന്റെ കഥ കേട്ടോളുക. ഞാൻ അത് അവതരിപ്പിക്കുന്ന ആളിന്റെ പൂരപ്പാട്ട് നടത്തിയ മറ്റൊരാളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ഷിബു ബേബി ജോൺ, താങ്കളാണ് പറഞ്ഞത് സോളാറിലെ ഗൂഢാലോചനയുടെ പിന്നിൽ ഒരു
അറിയാമല്ലോ താങ്കൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് സ്വന്തം മണ്ഡലത്തിൽ KPCC അധ്യക്ഷൻ്റെ ജനരക്ഷാ യാത്രയുടെ ചടങ്ങിൽ നിന്ന്. അപ്പോൾ പൂരപ്പാട്ടിനെ ഒരാളെ മാത്രം നമുക്ക് കുറ്റം പറയാനാവില്ല. അല്ല നികേഷിന് അതങ്ങനെ പൂരപ്പാട്ടായിട്ട് തോന്നി. അല്ല, മറ്റത് പൂരപ്പാട്ടാണെങ്കിൽ ഇതും പൂരപ്പാട്ടാകണമല്ലോ. അല്ലല്ല, ഇതില് ഈ വിഷയത്തിലേക്ക് വരിക, അത് വേറെ നമുക്ക് ചർച്ച വെക്കാം. അല്ല, പൂരപ്പാട്ട് കുറെ കാലമായി നടക്കുകയാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അടിയന്തര പ്രമേയ അവതരണാനുമതി നിഷേധിച്ചത് എന്ന് ശ്രീ വാഴക്കം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, നികേഷ് അതിലേക്ക് കണക്ട് ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അത് കുഴപ്പമില്ല. പക്ഷെ ഇതിലൊരു കാര്യം പറയട്ടെ, ഇത് കൂടുതൽ അവതരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇത് ഓരോ ദിവസവും ഇതിൽ അവതരിപ്പിക്കണം. ഇതല്ലാതെ വേറെ കേരളത്തിൽ ഒരു വിഷയമില്ല എന്നുള്ള നിലയിലേക്ക് ഈ അടിയന്തര പ്രമേയം തന്നെ അവതരിപ്പിച്ചോണ്ട് ബാറ് സോളാർ ബാറ് എന്നുള്ള നിലയിൽ തന്നെ പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന സ്ഥിതി സ്പീക്കർ അത് അനുവദിച്ചില്ല. അതെ, അതായത് ബാറും സോളാറും കൂടുതലായി അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് UDF അത് വലിയ തോതിൽ ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. അല്ല, ഇത് തന്നെ അവതരിപ്പിച്ച് പോണം, ഇത് തന്നെ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നേട്ടം എന്താണ്? അല്ല, അതാണല്ലോ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നും എല്ലാം പൊതുസമൂഹം വീക്ഷിക്കുകയാണ്. ഇന്നത്തെ പൊതുസമൂഹം കോടതി വിധികളും ബാക്കിയെല്ലാം കണ്ടുകൊണ്ട് അവര് ഒരു വിലയിരുത്തൽ ഉണ്ടാകുമല്ലോ. ഇവർക്ക് ഇതല്ലാതെ വേറെ ഒരു കാര്യവും പറയാനില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അതുകൊണ്ട് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സ്പീക്കർ അനുവദിച്ചില്ല എന്നുള്ള ദുഃഖത്തിലാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ശ്രീ ഷിബു ബേബി ജോൺ, നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കാതെ പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന്, തൃശൂർ വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കെതിരെയും ആര്യാടൻ മുഹമ്മദിനെതിരെയും കേസെടുക്കണം എന്നാവശ്യപ്പെടുന്നു. ആ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനകൾ നടക്കുന്ന ദിവസമോ KPCC ജനറൽ സെക്രട്ടറി തെളിവ് മാറ്റാൻ പറയുന്നു. ഇതൊക്കെ തന്നെയും കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കേണ്ട വിഷയമല്ലേ? അല്ല, അവരുന്നയിച്ചിട്ട് അതിന്റെ മുകളിലുള്ള ഹൈക്കോടതിയുടെ വിധിയുടെ നമ്മൾ കണക്കിലെടുക്കണ്ടായോ? അല്ല, ഹൈക്കോടതി അക്കാര്യത്തിൽ 2 മാസത്തെ സ്റ്റേ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഒരു വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അത് ഗൗരവമുള്ള വിഷയമല്ല. ഒരു KPCC ജനറൽ സെക്രട്ടറി തെളിവുകൾ മാറ്റാൻ ആവശ്യപ്പെടുന്നത് ഗൗരവമായ വിഷയമല്ല. ഒരു MLAക്കെതിരെ FIR റദ്ദ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ഒരു MLA ആവശ്യപ്പെടുന്നത് ഗൗരവമായ വിഷയമല്ല. ഞാൻ പറഞ്ഞ ഇതെല്ലാം ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാകുമ്പോൾ നമ്മുടെ ഭരണഘടന രചിച്ചവര് ഇതൊന്നും അറിയാത്തവരല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് നിയമസഭ എല്ലാം ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് MLAമാരായി നിൽക്കുന്നത്? പിന്നെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുകയാണോ നികേഷ്? അല്ലെന്ന്, ഇവിടെ സ്പീക്കർ തന്നെ റൂളിംഗ് നൽകുകയാണ് കോടതി പരിഗണിക്കുന്ന വിഷയങ്ങളിൽ, പക്ഷേ അതിനെ ബാധിക്കാത്ത വിധത്തിലുള്ള ചർച്ച നിയമസഭയ്ക്കാകാമെന്ന്. അല്ല, അതുതന്നെ ഞാൻ പറഞ്ഞത്. അതിന്റെ ആ വിവേചനാധികാരത്തെ നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്, ഇങ്ങനെ വേണം എന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ വ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ എന്താണോ ശ്രീ N ശക്തൻ പറഞ്ഞത് അത് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. N ശക്തൻ പറഞ്ഞത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ കേട്ടോണ്ടിരുന്ന ആളാണ് നികേഷ്. ഞാനും അതെ കേട്ടോണ്ടിരുന്ന ആളാണ്. ഞാനും താങ്കൾ നേരിട്ടാണെങ്കിൽ ഞാൻ വെബ്കാസ്റ്റ് വഴി കേട്ടോണ്ടിരുന്ന ആളാണ്. ആയിക്കോട്ടെ, അതിനകത്ത് എന്താണ് പറഞ്ഞത്? നിയമസഭയിൽ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടക്കുന്ന ഒരു വിഷയത്തിൽ അതിനെ ബാധിക്കാത്ത വിധത്തിലുള്ള ചർച്ചയാകാം. അതിന് സ്പീക്കർ എന്നുള്ള നിലയിൽ എനിക്ക് വിവേചനാധികാരമുണ്ട്. ചട്ടപ്രകാരം അത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് സ്പീക്കറുടെ ഈ റൂളിംഗ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ സ്പീക്കറുടെ പരാമർശം ഉണ്ടായി. ചട്ടം അനുവദിക്കുന്നില്ലെങ്കിലും ഞാൻ വിവേചനാധികാരം ഉപയോഗിച്ചത് അനുവദിക്കുന്നു. അന്നേരം ഞാൻ ചോദിച്ചു, ചട്ടം മറികടക്കാൻ സ്പീക്കർക്ക് വിവേചനാധികാരം ഉണ്ടോ? അന്നേരം ബഹുമാനപ്പെട്ട സ്പീക്കർ നിയമം ഉദ്ധരിച്ചുകൊണ്ട് റൂൾ 53 പ്രകാരം ഇത് കോടതി പ്രൊസീഡിങ്സിനെ ബാധിക്കത്തില്ലെങ്കിൽ വിവേചനാധികാരം. അങ്ങനെയാണല്ലോ സ്പീക്കർ ഇന്നലെ വിവേചനാധികാരം. പക്ഷേ ശ്രീ VS സുനിൽകുമാർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങൾ ഈ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതാണ് ഭരണപക്ഷത്തിന് ആഗ്രഹം. എപ്പോൾ തൊട്ടാലും സോളാർ അല്ലെങ്കിൽ ബാർ അല്ലെങ്കിൽ സോളാർ അല്ലെങ്കിൽ ബാർ, ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ UDFന്റെ ആശ്വാസം. അല്ല, ഞങ്ങൾ 2 ദിവസമായിട്ടുള്ളൂ ഈ സഭ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഈ 2 ദിവസം ഇത് അവതരിപ്പിക്കേണ്ട എന്നാണ് ഇവർ താല്പര്യം. പിന്നെ ഇവർക്കിത് കേൾക്കുന്ന സുഖമാണ്. ചില ജീവികൾക്ക് ചെളിയിൽ കിടക്കുന്നതാണ് സുഖം. അവർക്ക് കൂടുതൽ ചെളി വാരി എറിയുമ്പോൾ അവർ സുഖിച്ചുകൊണ്ടേയിരിക്കും. ചില നല്ല ജീവികൾക്ക് ചെളി ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ഇവർക്ക് ഈ പറയുന്ന അഴിമതിയും ഈ വിഴുപ്പലക്കലും ഒക്കെ കേൾക്കുമ്പോൾ സുഖം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരതയാർന്ന നിലപാട് പ്രതിപക്ഷത്തിനുണ്ടോ? മുമ്പ് ബാർ കോഴ ആരോപണത്തിൽ പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കൂ ശ്രീ വി എസ് സുനിൽകുമാർ, എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുന്നത്. ബാർ കോഴ ആരോപണത്തിൽ പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത് നിയമസഭയാകെ അലങ്കോലമാക്കിയത്. നമ്മുടെ രാജ്യത്ത് മുഴുവൻ അത് പ്രചരിപ്പിക്കപ്പെട്ടു, അതിൻ്റെ ദൃശ്യങ്ങൾ ലോകമാകമാനം അത് കണ്ടു. ശരിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വിഷയം ഉന്നയിക്കാനുണ്ടായിരുന്നു, അത് ഉന്നയിച്ചു. അതേപോലെ തന്നെ ഒരു ആരോപണത്തിന് വിധേയനാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി. മറ്റന്നാൾ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ പരിപാടി? മറ്റന്നാൾ കാണാമെന്ന് വെച്ചാൽ എന്ത് കാണും എന്നുള്ളത് നേരത്തെ കേരളത്തെ അറിയിക്കണം. നിങ്ങൾക്ക് പോയി ബഹളം ഉണ്ടാക്കി അടിയുണ്ടാക്കി തീർക്കാനുള്ളത് നിങ്ങളുടെ മാത്രം അവകാശപ്പെട്ടതല്ല നിയമസഭ. അല്ല, നിങ്ങൾ ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ, മുഖ്യമന്ത്രിയെ അനുവദിക്കുമോ ഇല്ലയോ എന്നെ സംബന്ധിച്ച് വ്യക്തത വേണം. പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കും. പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കും. ഞങ്ങൾ ചാനൽ വന്നിരുന്ന് ചർച്ച നടത്തിയിട്ടല്ല തീരുമാനിക്കുന്നത്. അതിന് മുന്നണി നേതാക്കന്മാരുണ്ട്, സംവിധാനമുണ്ട്. ആ സംവിധാനം എന്ത് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കും. ശ്രീ ജോസഫ് വാഴക്കൻ മറ്റന്നാൾ കാണാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മുഖ്യമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് സുനിൽ എന്തായാലും ഒരു വ്യക്തത നൽകുന്നില്ല. അതാ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ എന്റെ തലയിൽ ചില പഴികൾ വെച്ചുകൊണ്ട് അത് ശ്രീ രവിയോനോട് ചോദിച്ചു. പൂരപ്പാട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പൂരപ്പാട്ട് ഒഴിവാക്കുന്ന കാര്യമല്ല, ഈ അവതരിപ്പിക്കുന്നതല്ല പൂരപ്പാട്ട്. അതിനുശേഷം ഒരു ഇറങ്ങിപ്പോക്കിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് തലേ ദിവസം എഴുതിക്കൊണ്ട് വരുന്ന ആരോ എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പൂരപ്പാട്ടുണ്ട്. അതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ ഓരോ ഭരണകക്ഷിയിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ, ഭാര്യയെ, മറ്റു മക്കളെ, കുടുംബത്തിലുള്ളവരെ, അങ്ങനെയുള്ള അല്ല ശ്രീ ജോസഫ് വാഴക്കൻ, അത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അത് ശ്രീ വി എസ് സുനിൽകുമാർ അതിന് മറുപടി നൽകി കഴിഞ്ഞു. ഈ കേസിലെ പ്രതി സരിത എസ് നായർ സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ താൻ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് സംബന്ധിച്ച് വിശദീകരണം നൽകിയത്. രണ്ടാമത്തേത് കിങ്ങിണിക്കുട്ടൻ എന്ന ആക്ഷേപമാണെങ്കിൽ അത് പ്രതിപക്ഷം വിളിച്ചതല്ല, എ ഗ്രൂപ്പുകാർ മുരളിയെ വിളിച്ചതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു കിങ്ങിണിക്കൂട്ടൻ ഇരിപ്പുണ്ടല്ലോ. ആ കൂട്ടനെ കുറിച്ച് ഞങ്ങൾ പറയാൻ തുടങ്ങിയാലത്തെ അവസ്ഥ എന്താ? ഇതൊക്കെ രാഷ്ട്രീയ മര്യാദയാണ്. അച്ഛനോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, പ്രായത്തിന്റെ പേരിൽ മാത്രം. പക്ഷേ ഞാൻ പറയാം, അദ്ദേഹം പറയുന്ന ഈ പൂരപ്പാട്ട് കേരള രാഷ്ട്രീയത്തിന് അപമാനമാണെന്ന് വിശ്വസിക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പക്ഷേ എന്റെ ചോദ്യത്തിന് മറുപടി മറ്റന്നാൾ കാണാം എന്നാണ് സുനിലിന്റെ വെല്ലുവിളി. അത് കണ്ടതാണല്ലോ, പണ്ടൊന്ന് കാണിച്ചു തന്നാണല്ലോ. അതിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ പിന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുക. സുമോ ഗുസ്തിക്കാരന്റെ കൂട്ട് EP ജയരാജനൊക്കെ സ്പീക്കറുടെ കസേര എടുത്ത് മുക്കി നിൽക്കുന്നത്, പിന്നെ നമ്മുടെ കുഞ്ഞമ്മ മാസ്റ്റർ. അത് അവർക്ക് നാണക്കേടില്ല, അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് പ്രതീക്ഷിക്കാം. അല്ല, നാണവും മാനവും ഇല്ലാത്തവർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തത് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർ കാണിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്വമായിട്ട് മുന്നോട്ട് പോകും. അന്ന് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് ചുമതലയുള്ള മുഖ്യമന്ത്രി അന്ന് കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അവതരിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ശ്രീ സുനിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ എന്തായാലും ധൈര്യം വരില്ല. മറ്റന്നാൾ ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കും. അതിന്റെ ചർച്ചയിൽ പോലും നിങ്ങൾ ചിലപ്പോൾ പങ്കെടുത്തെന്നിരിക്കും. എൻ്റെ നികേഷ്, ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമല്ല. നമ്മളെല്ലാം ഒരു ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നിയമസഭയിൽ പങ്കെടുക്കുന്നത്. പലപ്പോഴും അനിഷ്ട സംഭവങ്ങളുണ്ടാകും, ചിലപ്പോൾ ശക്തമായ രൂക്ഷമായ വാദപ്രതിവാദങ്ങളുണ്ടാകും. പലതും നിയമസഭയിൽ നടന്നിട്ടുണ്ട്. നിയമസഭയിൽ ഇപ്പോൾ അന്നുണ്ടായതിനേക്കാൾ മുമ്പ് ഇവിടെ പിന്നെ ശോഭന ജോർജ് സ്പീക്കറുടെ മടിയിൽ കയറിയിരുന്നുണ്ടല്ലോ, മുണ്ട് പൊക്കി കാണിച്ചിട്ടുണ്ടല്ലോ ചില ആൾക്കാർ. ഇതൊക്കെ മുമ്പ് അതിനേക്കാൾ മോശം നടന്നിട്ടുണ്ട്. ഇതങ്ങ് പൊക്കി പിടിക്കുമ്പോൾ ഇവർ നടത്തിയിരിക്കുന്ന എല്ലാ തോന്നിയാസ അഴിമതിയും ഇത് വെച്ച് മൂടി വെക്കാൻ നോക്കിയിട്ടും ജനങ്ങൾക്ക് മനസ്സിലായി. മോശപ്പെടുത്തുന്ന അപ്പൊ ഞങ്ങളുടെ കാര്യത്തെ പറ്റി ഞങ്ങൾ അതിനെ ന്യായീകരിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇവര് അഭിസാരികമാരായിട്ടുള്ള ആളുകളെ ഇവർ MLA-മാർക്കും മന്ത്രിമാർക്കും 1400 തവണ വിളിക്കാം. അത് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. മറുപടി നമുക്ക് അവസാനിപ്പിക്കാം. ഉമ്മൻചാണ്ടിക്ക് ഒരു മണിക്കൂർ സല്ലപിക്കാം, അത് ചോദ്യം ചെയ്യാൻ പാടില്ല.
ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിഷയം ഇവര് ജനങ്ങളുടെ വിഷയം എന്താ അവതരിപ്പിക്കുന്നവര്? ജനങ്ങൾക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു? ശ്രീ കെ ഖാദർ, താങ്കളിലൂടെ വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്താണ് ഞാൻ ചോദിച്ചല്ലോ നേരത്തെ, പ്രതിപക്ഷത്തിന്റെ ഒരു അവകാശം നേരത്തെയുള്ള ട്രഡീഷൻ ഉണ്ട്. പറഞ്ഞോളൂ. അല്ല, പ്രതിപക്ഷം അടുത്ത തവണ 12-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അന്ന് കാണാം എന്ന രീതിയിലുള്ളൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഇവിടെ സുനിൽകുമാർ ഉയർത്തിയത്. അതായത് കഴിഞ്ഞ തവണത്തെക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുമായിരിക്കും. ഏതായാലും ഈ സമയം കുറഞ്ഞ സമയത്ത് ഈ മുണ്ട് പൊക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്കിത് അവസാനിപ്പിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പറഞ്ഞോളൂ സുനിലെ, പറഞ്ഞോളൂ. അതായത് ഞങ്ങള് മുണ്ട് പൊക്കിയതാണല്ലോ വനിതാ MLA-മാരെ കയറി പിടിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്തതും ഈ നിയമസഭയിൽ ഭരണകക്ഷി കാണിച്ചാലേ നിങ്ങളെന്താ അത് പറയാത്ത എന്താ? അപ്പൊ ഇതൊക്കെ നടന്നിരിക്കുന്ന ഇവരും കൂടിയിട്ടാണ്. ആ വൃത്തികേടുകളൊന്നും ആവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഉണ്ടാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇവർ വിചാരിക്കുന്നത് ഈ സഭ പൂർണ്ണമായിട്ട് എല്ലാ ദിവസവും അലങ്കോലപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് ഇവരാഗ്രഹിക്കുന്നുണ്ടാകാം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. അപ്പൊ നിയമസഭയിൽ ജനങ്ങളുടേതായ വിഷയങ്ങളെല്ലാം ഞങ്ങൾ അവതരിപ്പിക്കും. ഇതും ജനങ്ങളുടെ വിഷയമാണ്. അഴിമതിയും ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതും ജനങ്ങളുടെ വിഷയമാണ്. ശരി, മനസ്സിലായി. വ്യവസ്ഥ വ്യക്തമാണ് ശ്രീ വി എസ് സുനിൽകുമാർ, താങ്കൾ അത് അവതരിപ്പിച്ചു കൃത്യമായി. വി എസ് സുനിൽകുമാർ, ശ്രീ കെ ഖാദർ, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ PC വിഷ്ണുനാഥ്, നന്ദി ഏഷ്യാനെറ്റ് അവറിൽ ഇടപെട്ടതിന്. ഖദ്രൂർ മനോജ് വധക്കേസിൽ P ജയരാജനെതിരെ നിലപാട് കടുപ്പിച്ച് CBI ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. മനോജിന്റെ കൊലപാതകത്തിലെ ബുദ്ധികേന്ദ്രം P ജയരാജനാണെന്ന് CBI വ്യക്തമാക്കി. ജയരാജന്റെ അറസ്റ്റ് അനിവാര്യമാണെന്നും CBI ഹൈക്കോടതി അറിയിച്ചു. കേസ് ഡയറി ഹാജരാക്കാൻ വൈകിയതിന് ഹൈക്കോടതി അന്വേഷണ സംഘത്തെ വിമർശിച്ചു. ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി ഉണ്ടായേക്കും. അവസാനിക്കുന്നു. നമസ്കാരം.